സച്ചി അർച്ചനയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ സന്ദീപ് ആണെങ്കിൽ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. അനഘയും കൊണ്ട് അവന്തിക വരികയാണ്. എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി അനഘയും മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുകയാണ്. തുടർന്ന് എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. ആതിരയുടെ അച്ഛനും അമ്മയും അനൂപും പിന്നെ അർച്ചനയും സച്ചിയും ഒക്കെ. തുടർന്ന് പിന്നെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് താലിയാണെങ്കിൽ തിരുമേനി പൂജിച്ച് സന്ദീപിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. സന്ദീപ് ആണെങ്കിൽ താലിയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് അനഘയെ നോക്കുന്നുണ്ട്, ആതിരയെ നോക്കുകയാണ്. തുടർന്ന് ഡോക്ടർ സന്ധ്യയാണെങ്കിൽ അർച്ചനയോട് പറയുകയാണ്, ചെല്ല് പെട്ടെന്ന് ചെല്ല് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. തുടർന്ന് അർച്ചനയാണെങ്കിൽ മണ്ഡപത്തിന് അടുത്തേക്ക് ഇങ്ങനെ ആ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഓടി വരികയാണ്. ഓടി വരുമ്പോൾ സന്ദീപ് കെട്ട് എന്ന് എല്ലാവരും നിർബന്ധിക്കുമ്പോൾ സന്ദീപ് ഇങ്ങനെ താലി ഇങ്ങനെ അനഘയുടെ കഴുത്തിനടുത്തേക്ക് വയ്ക്കുമ്പോഴും അനഘ അങ്ങ് ബോധം കെട്ട് വീഴുകയാണ്. തുടർന്ന് മോളേന്നും പറഞ്ഞ് അവന്തികയും പിന്നെ സച്ചിയും സേതുമാധവനും എല്ലാം കൂടി ചേർന്ന് പിടിക്കുകയാണ്. അന്നേരം സന്ദീപ് ഇങ്ങനെ അർച്ചനയെ നോക്കുന്നുണ്ട്. അർച്ചന ഓടി വന്ന അർച്ചന ഒരു ഷോക്കായിട്ടങ്ങ് നിൽക്കുകയാണ് ഇങ്ങനെ അനഘ വീണതിൽ. തുടർന്ന് അർച്ചനയാണെങ്കിൽ അവന്തിയെ ശ്രദ്ധിക്കുമ്പോൾ അവന്തിയെ ഇങ്ങനെ ഒന്നല്ലാതെ അർച്ചനയെ നോക്കുന്നുണ്ട്. തുടർന്ന് അർച്ചനയ്ക്ക് എന്തോ കാര്യം മനസ്സിലാവുകയാണ്. തുടർന്ന് എല്ലാവരും കൂടി ചേർന്ന് പിടിച്ച് അനഘയെ എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡോക്ടറും സന്ധ്യ എല്ലാവരും ഉണ്ട്. തുടർന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ ഞാനൊന്ന് നോക്കട്ടെ എന്ന് സന്ധ്യ പറയുകയാണ്. തുടർന്ന് ഡോർ അടയ്ക്കാനായിട്ട് സന്ധ്യ പറയുന്നുണ്ട്. അതിനകത്ത് അബ്ദുൽ ഖാദറും ഡോക്ടർ സന്ധ്യയും അർച്ചനയും അവന്തികയും അനഘയും മാത്രമാവുകയാണ്. തുടർന്ന് അർച്ചനയാണെങ്കിൽ അങ്ങ് അനഘയെ വിളിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടറെന്ന് വിളിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അനിയത്തിക്ക് അപകടം വരുന്നതൊന്നും അവന്തിക ചെയ്യില്ലല്ലോ, രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതല്ലേ എന്നിങ്ങനെ അവന്തികയെ നോക്കി പറയുകയാണ്. തുടർന്ന് അവന്തികയാണെങ്കിൽ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. സന്ധ്യയോട് പറയുന്നുണ്ട്, നീ ഇവളെയും നിന്റെ ഭർത്താവിനെയും കൂട്ടുപിടിച്ച് എനിക്കെതിരെ ചെയ്ത ചതിയുണ്ടല്ലോ, അതിന് ഞാൻ കണക്ക് ചോദിക്കുമെന്ന് പറയുമ്പോൾ ഡോക്ടർ സന്ധ്യ ഇങ്ങനെ മുന്നോട്ട് നടന്നു വരുന്ന അവന്തിക അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ കയ്യിലെ വാക്കിംഗ് സ്റ്റിക്ക് അങ്ങ് മാറ്റിയിട്ട് നമ്മൾ തമ്മിൽ കാണുമ്പോൾ നിനക്ക് തരാനായിട്ട് ഞാനൊരു സമ്മാനം കരുതി വച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അവന്തികയുടെ കരണം നോക്കി ഒന്ന് പൊട്ടി. ആദ്യമേ കാണുമ്പോഴേ തരണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നേരത്തെ സ്ഥലവും സന്ദർഭവും ഒന്നും ശരിയല്ലായിരുന്നു. എന്തായാലും കിട്ടിയല്ലോ, ഇതിന് വെച്ചോ, ഇതും കൂടി ചേർത്ത് അപ്പോൾ കണക്ക് തീർത്താൽ മതി എന്ന് പറയുമ്പോൾ അവന്തികയാണെങ്കിൽ ആകെ അങ്ങ് അപമാനിതയായിട്ട് നിൽക്കുകയാണ്. ഇതേസമയം പുറത്ത് സേതുമാധവന് എല്ലാവരും വലിയ ടെൻഷനിലാണ് വിവാഹം മുടങ്ങിയതിൽ. ആതിരയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് അങ്ങ് ഇരിക്കുകയാണ്. തുടർന്ന് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം, നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ് എന്നോട് കളിക്കാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് അർച്ചന അവന്തിയോട് സംസാരിക്കുകയാണ്. അന്നേരം അവന്തിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഇതൊന്നും നിർത്താൻ പോകുന്നില്ല, ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, നിൻ്റെയൊക്കെ ചാവടിയന്തരം കണ്ടിട്ട് ഈ അവന്തിക്ക് അവസാനമുള്ളൂ, ഈ മുടങ്ങിയ വിവാഹം നിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ നടത്തും, അന്ന് നിങ്ങളുടെ ഭീഷണിക്കൊന്നും ഞാൻ വഴങ്ങില്ല എന്നും പറഞ്ഞങ്ങ് അവന്തി കത്തി കയറുകയാണ്. അന്നേരം സന്ധ്യ പറയുന്നുണ്ട്, നിന്നോട് നിർത്താനാണ് പറഞ്ഞത്, നിനക്ക് അർച്ചനയ്ക്ക് പോകുന്ന എതിരാളിയല്ല നീ വിചാരിച്ച പുള്ളിയല്ല അർച്ചന എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഈ വിവാഹം നടത്തുമെന്നൊക്കെ പറഞ്ഞ് അവന്തിയെ നിൽക്കുകയാണ്. അന്നേരം നിങ്ങളൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല, നെല്ലിശ്ശേരിക്കെതിരെയോ നെല്ലിശ്ശേരിയിലെ കുടുംബത്തിലെ ഒരാൾക്കെതിരെയും ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അർച്ചനയും കട്ടക്കി നിൽക്കുകയാണ്. തുടർന്ന് അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്, സന്ധ്യയോട് കാണിച്ചതിന് ഞാൻ എന്നോട് പകരം ചോദിക്കുന്നുണ്ട്, അത് ഡോക്ടറായിട്ടല്ല സന്ധ്യയുടെ ഭർത്താവായിട്ട് എന്നിങ്ങനെ അവന്തിയെ ഒന്ന് ഭീഷണി സ്വരത്തിൽ പറഞ്ഞിട്ട് കതക് തുറന്ന് ഡോക്ടർ ഇറങ്ങി പോവുകയാണ്. തുടർന്ന് അർച്ചനയും സന്ധ്യയും ഒക്കെ അങ്ങ് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവന്തികയും അനഘയും മാത്രമാവുന്നുണ്ട്. അനഘ ഒരു മയക്കത്തിൽ അങ്ങ് കിടക്കുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സന്ധ്യയോട് സേതുമാവൻ തിരക്കുന്നുണ്ട്. അന്നേരം രാവിലെ ഒന്നും കഴിക്കാത്തതിൻ്റെ അല്ലേ, BP ലോ ആയതിലാണ് ഇന്നിപ്പോൾ വിവാഹത്തിന് ഒരുങ്ങി വരാനായിട്ട് അനഘയ്ക്ക് സാധ്യമാവില്ല, കുറേ നേരം ഉറങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം സേതുമാധവനെ ആകെ അങ്ങ് നിരാശയാവുന്നുണ്ട്. പക്ഷെ സന്ദീപ് അങ്ങ് മനസ്സിൽ ചിരിക്കുകയാണ്. സന്ദീപ് ആതിരയെ നോക്കുന്നുണ്ട്, ഉള്ളറിഞ്ഞ് ചിരിക്കുന്നുണ്ട്, സന്തോഷത്തിലാണ്. അതേപോലെ സ്നേഹയും സന്തോഷത്തിൽ തന്നെയാണ്, സച്ചിയും ഒക്കെ. തുടർന്ന് അർച്ചന വന്ന് അമ്മയോട് പറയുകയാണ്, നിങ്ങളാരും ഇവിടെ നിൽക്കണമെന്നില്ല, അതിനെയും കൂട്ടി വീട്ടിൽ പൊക്കോളാനായിട്ട്. തുടർന്ന് വിഷമിച്ച് നിൽക്കുന്ന ആതിരയെ വിളിക്കുകയാണ്. മാഷിനെയും അനൂപിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് കമലയും പോവുകയാണ്. തുടർന്ന് വീട്ടിലെ റൂമിലെ സീനാണ് കാണിക്കുന്നത്. പിന്നെ അനഘയാണെങ്കിൽ അങ്ങ് ആകെ ദേഷ്യത്തിലാണ്. തലയിലെ മുല്ലപ്പൂവൊക്കെ വലിച്ചെറിയുന്നു, മേശപ്പുറത്ത് കാണുന്ന സാധനങ്ങളൊക്കെ തറയിലേക്ക് എറിയുകയാണ്. അർച്ചനയുടെ നേരെ തലയിണയൊക്കെ അങ്ങ് എടുത്തെറിയുകയാണ്. അർച്ചനയല്ല, അവന്തികയുടെ നേരെ. അന്നേരം ഒരു ഭ്രാന്തിയെ പോലെ സംസാരിക്കുകയാണ് അനഘ. ഞാൻ പറഞ്ഞല്ലേ എനിക്കൊന്നും വേണ്ടാന്ന്, എന്ത് സംഭവിച്ചാലും സന്ദീപിനെ എനിക്ക് തരുമെന്നല്ലേ പറഞ്ഞത്, എനിക്കറിയണം എൻ്റെ ചേച്ചി എന്തിനാണ് എന്നോട് ഈ ക്രൂര ചെയ്തതെന്നും പറഞ്ഞിങ്ങനെ അവന്തിയെ പിടിച്ചു കുലുക്കി ചോദിക്കുകയാണ്. അന്നേരം മോളെന്ന് പറഞ്ഞ് അതിൽ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിലും അനഘ അതിനൊന്നും തയ്യാറാകുന്നില്ല. കാര്യം പറഞ്ഞേ മതിയാവൂന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല, സന്ധ്യയും അർച്ചനയും കൂടി എന്നെ കൂടി ചെയ്യിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവന്തിക അനഘയോട് പറയുന്നുണ്ട്. പക്ഷെ സന്ധ്യയെ പാറമടയിലേക്ക് തള്ളിയിട്ട് ഒന്നും പറയുന്നില്ല, അവർ ഭീഷണിപ്പെടുത്തിയത് മാത്രമേ പറയുന്നുള്ളൂ. അന്നേരം എന്ത് ചെയ്താണ് ചേച്ചി ബ്ലാക്ക് മെയിൽ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ സന്ധ്യയും കൂടി അർച്ചനയോടൊപ്പം ചേർന്നപ്പോൾ എനിക്ക് 1-2 അബദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു, അതിൻ്റെ പേരിലാണ് അവരെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത്, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ആ ജ്യൂസിൽ മയക്കുപൊടി കലർത്തിയ സംഭവം കൂടി അനഘയോട് അവന്തിക പറയുന്നുണ്ട്.
അപ്പോൾ ചേച്ചിക്ക് പറ്റിയ അബദ്ധമുള്ളതാണ് ഞാനിപ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിലൊക്കെ ഒരു കോമാളിയായത്. ആ മയക്കുപൊടി കലക്കി തരുന്നതിനേക്കാളും അതിന് ചാവാനുള്ള വിഷം എന്തെങ്കിലും കലക്കി തന്നാൽ പോരായിരുന്നോ? അതുകൊണ്ടല്ലേ ഞാൻ ഈ അവസ്ഥയിൽ എത്തിച്ചത്. എനിക്കൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ ചേച്ചിയല്ലേ പറഞ്ഞതെന്നും പറഞ്ഞ് അനഘ അങ്ങ് ആകെ ബഹളം വെച്ച് അങ്ങ് കരയുകയാണ്. പക്ഷെ അവന്തികയ്ക്കാണെങ്കിൽ അവിടെ അനഘയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരുന്ന് കരഞ്ഞു പറയുന്ന അനഘയുടെ ഓരോ വാക്കും അവന്തികയുടെ നെഞ്ചിലങ്ങ് തറയ്ക്കുകയാണ്. സുമംഗലിയായിട്ട് തിരികെ വരാമെന്നുള്ള മോഹത്തിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ചേച്ചി തകർത്ത് കളഞ്ഞു. അപ്പോൾ ചേച്ചിയാണ് അതിൻ്റെ പിന്നിൽ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ചേച്ചിയുള്ള ഇഷ്ടത്തേക്കാൾ ഇരട്ടി വെറുപ്പാണ് തോന്നിയത്. അത് വേറൊന്നും കൊണ്ടല്ല, അർച്ചന ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നറിഞ്ഞപ്പോഴാണ്. ആരാലും തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചേച്ചി ഇരിക്കണ സിംഹാസനത്തിൻ്റെ കാലുകൾ ഉലയുകയാണ്. അത് അർച്ചന തകർക്കും, ഇത് ചേച്ചിക്ക് എനിക്ക് കിട്ടിയ അടിയല്ല, ചേച്ചിയേക്കാൾ അർച്ചനയാണെങ്കിൽ രാവിലെ ഞാൻ ഒരുങ്ങി പോകുമ്പം പറഞ്ഞതാണ് നടക്കില്ല എന്ന്. ചേച്ചിയേക്കാൾ ഞാൻ അർച്ചനയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അപമാനം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് മാത്രം കിട്ടിയ അടിയല്ല, ചേച്ചിക്ക് കൂടി കിട്ടിയ അടിയാണ് എന്നൊക്കെ പറഞ്ഞ് എരികേറ്റുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ് എനിക്ക് അവിടെ നിന്ന്. പക്ഷെ അവന്തികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേസമയം സേതുമാധവൻ റൂമിലാകെ വിഷമത്തിലാണ്. സച്ചിയോടും അർച്ചനയോടും സംസാരിക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ അനഘയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ആദ്യമായിട്ടാണെന്ന് പറയുമ്പോൾ ഇത് അസുഖമൊന്നുമല്ല, ആഹാരം കഴിക്കാത്തതിൻ്റെയാണ്, കുറേ സമയം ഉറങ്ങി കഴിയുമ്പോൾ ശരിയാകുമെന്ന് സച്ചി സമാധാനിക്കുകയാണ്. ഇതെല്ലാം ഈശ്വര നിശ്ചയമല്ലേ അച്ഛാന്നൊക്കെ അർച്ചനയും പറയുന്നുണ്ട്. തുടർന്ന് എൻ്റെ കാര്യം സന്ദീപിനെ ഓർത്തിട്ടാണ് എൻ്റെ വിഷമം എന്നൊക്കെ അവൻ ഇത്രയും ആഗ്രഹിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ എല്ലാ ദോഷമൊക്കെ തീർത്തിട്ട് കല്യാണം മതിയായിരുന്നു, എടുപിടിയെന്ന് വേണ്ടായിരുന്നു എന്നൊക്കെ സേതുമാധവൻ പറയുമ്പോൾ അതെ അച്ഛാ, അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവന്തികേട്ടത്തി ഒരു അപമാനത്താൽ ചിലപ്പോൾ വീണ്ടും കല്യാണം നടത്താമെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണേ എന്നൊക്കെ അർച്ചന പറയുകയാണ്. അന്നേരം പാവം ഏറ്റവും കൂടുതൽ അവന്തിക ആഗ്രഹിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ അർച്ചനയും സച്ചി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് എന്തെങ്കിലും പറഞ്ഞ് നീ സന്ദീപിനെ ഒന്ന് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞ് സച്ചിയെ സേതുമാധവൻ സന്ദീപിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഇതേസമയം റൂമിൽ സന്ദീപാണെങ്കിൽ അങ്ങ് സന്തോഷത്തിലാണ്. സച്ചി ഓടി വരികയാണ്, സന്തോഷമായില്ലേ എന്നും പറഞ്ഞു. അന്നേരം തൽക്കാലത്തേക്കാണെങ്കിലും ഇങ്ങനെ ഒരു ആശ്വാസം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അനഘയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അന്നേരം അർച്ചനയും വരുന്നുണ്ട്. അനഘയ്ക്ക് ഒന്നും സംഭവിക്കില്ല, താലി കെട്ടുന്നതിന് മുമ്പ് വരെ എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു, ഇതെങ്ങനെയെങ്കിലും മുടങ്ങുമോ ഇല്ലയോ എന്നൊക്കെ. ഞാൻ എന്തായാലും വാക്ക് പാലിച്ചു, ഞാനതൊരു നിമിത്തമായെന്നേ ഉള്ളൂ. പക്ഷേ അനഘയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല, ഞാനൊരു നിമിത്തം മാത്രമാണ്. താലി കെട്ടും എന്നായപ്പോൾ ഞാനായിട്ട് എല്ലാവരെയും അറിയിക്കാനായിട്ട് ഓടി വന്നതാണ്, അപ്പോഴാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചത്. നീയും ആതിരയും തമ്മിലുള്ള സ്നേഹബന്ധം അത്രയ്ക്ക് ആത്മാർത്ഥമായതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു വഴി കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് അർച്ചന സംസാരിക്കുകയാണ്. എന്നിട്ട് ഇനിയും അനഘയുമായിട്ടുള്ള നിന്റെ വിവാഹം നടത്താൻ ശ്രമിച്ചാൽ അത് ഞാൻ മുടക്കിയിരിക്കും, പിന്നെ ഒരു പരിധിവരെ മാത്രമേ എൻ്റെ അനിയത്തി വിവാഹം കഴിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥതയായിട്ട് എല്ലാവരും കണക്കാക്കിയുള്ളൂ, വലിയ വീട്ടിലേക്ക് എൻ്റെ അനിയത്തി കൊണ്ടുവരണം എന്നുള്ള ചിന്ത എല്ലാവരും പറയുമെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി, എനിക്ക് ആതിരയെ ഇഷ്ടമാണ്, ഞാൻ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും, അർച്ചന ഏട്ടത്തിക്ക് യാതൊരു കുറവും വരില്ല എന്നൊക്കെ പറഞ്ഞ് സന്ദീപ് നിൽക്കുകയാണ്. തുടർന്ന് തൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നും പറഞ്ഞ് സച്ചിയും സംസാരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് 3 പേരും ആകെ സന്തോഷത്തിലാണ് കല്യാണം മുടങ്ങിയതിൽ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നന്ദൻ നെല്ലിശ്ശേരിയിലേക്ക് വരുമോ, അവന്തിയുടെ അടുത്ത നീക്കം എന്താണെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ്. താങ്ക് യു.